ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതിയൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. പുറത്തേക്ക് വന്ന് ഒരു 10 പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നിലേക്ക് വരുന്ന പോലെ തോന്നി. പക്ഷേ പെട്ടെന്ന് ഈ കെജ്രിവാൾ ഈ പ്രചരണ രംഗത്തൊന്നും കാണുന്നില്ല, അപ്രത്യക്ഷമായോ? എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അപ്പോഴേക്കും സ്വാതി മലിവാളിൻ്റെ ഒരു വിവാദം വന്നു. അതിലും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആൾ രാജ്യസഭാ MP, പിന്നെ ദില്ലി വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ആയിരുന്ന സ്വാതി മലിവാൾ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വൈഭവ് മർദ്ദിച്ചു എന്ന് പറയുന്ന വിവാദം ഇപ്പോഴും കത്തിത്തീരാതെ കിടക്കാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഈ ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ കാണുന്നില്ല? UP പ്രചാരണത്തിന് പോകും, ബംഗാളിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് സൈലൻസിലേക്ക് പോയി. ഇതിന് ഉത്തരം തേടുമ്പോൾ ഞാൻ ഒരു കഥ പറയാം. 2008 നവംബർ 18 അന്ന് കേരളത്തിൽ കെജ്രിവാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കപിൽ ബജാജ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, ഈ സെക്രട്ടറിയുടെ പേര് കപിൽ ബജാജ് പറയുന്ന ശില്പ എന്നാണ്. ഇത് പുതിയവരല്ല, 8 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധമായ ഒരു ഓൺലൈൻ ചാനലും പോർട്ടലുമാണ് പി ഗുരൂസ്. 8 വർഷം മുമ്പ് പി ഗുരൂസിൽ ഉൾപ്പെടെ ഇപ്പോഴും പി ഗുരൂസിൻ്റെ URL നമുക്ക് ലഭ്യമാണ്. വന്ന വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്താണ് ഇവർ 3 പേര് താമസിച്ചത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനാണ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം കേരളത്തിലെത്തുന്നത്. അപ്പോൾ മലയാളത്തിൽ കുറേ ഡിസ്കഷനൊക്കെ നടന്നു. അദ്ദേഹത്തിന് മലയാളം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഒരു ട്രാൻസ്ലേറ്ററെ കാണണം. അതിനുവേണ്ടി കപിൽ ബജാജിനെ അയക്കുന്നു. അങ്ങനെ കപിൽ ബജാജ് മലയാളം പരിഭാഷപ്പെടുത്തുന്ന പരിഭാഷകനെ കാണാനായിട്ട് പോകുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് പരിഭാഷകനുമായിട്ടുള്ള ഏർപ്പാടെല്ലാം കഴിഞ്ഞു. പുള്ളി വളരെ പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്തിലും വേഗത്തിൽ ഇത് കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. വന്നു കെജ്രിവാളിൻ്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടും തുറക്കുന്നുണ്ട്. വല്ലാത്ത സൈലൻസ്. അദ്ദേഹം അപ്പോൾ ഇനി കെജ്രിവാൾ അകത്തില്ലേ എന്നറിയാൻ ഈ വാതിലിൻ്റെ പഴുതിലൂടെ നോക്കിയപ്പോൾ ആ മുറിയിലെ കട്ടിലിൽ കെജ്രിവാളും ഈ ശില്പ എന്ന് പറയുന്ന സെക്രട്ടറിയും ഒരു ബെഡിലാണ്. അവർ പരിഭ്രമിക്കുന്നു. ഇദ്ദേഹം നോക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാളും ബെഡിൽ കിടക്കയിൽ നിന്ന് എണീക്കുന്നു. എന്നിട്ട് ഈ കുട്ടിയോട് അവിടെയുള്ള ഒരു കബോർഡുണ്ടല്ലോ, പെർമനൻറ്റ് അലമാരയുണ്ട്, ഈ അലമാരയ്ക്കുള്ളിൽ കയറി നിൽക്കാൻ പറയുന്നു. ഇയാളാകെ ഷോക്ക്ഡായിപ്പോയി. കെജ്രിവാളിനേക്കാളും 16 വയസ്സ് പ്രായം കുറവുള്ള ആളാണ് ശില്പ കെജ്രിവാളിനെ വിളിക്കുന്ന സ്നേഹത്തോടെ ആലു എന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്ക് വളരെ ബോണ്ടിങ് ഉള്ള ഒരു സെക്രട്ടറിയാണ്. അപ്പോൾ ഇയാളാകെ സ്റ്റണ്ടായിപ്പോയി. അപ്പോൾ പതുക്കെ കെജ്രിവാൾ അപ്പോഴേക്കും പതുക്കെ വന്ന് വാതിൽ തുറന്നു ഇയാളോട് ഒന്നും സംഭവിക്കാതെ എന്താ കാര്യങ്ങൾ കഴിഞ്ഞോ എന്നൊക്കെ സംസാരിക്കുന്നു. കാഷ്വലായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഒരു പരിഭ്രമം മുഖത്തുണ്ട്. അത് മറച്ചു വെച്ചിട്ട് കെജ്രിവാൾ സംസാരിക്കുന്നു. പക്ഷേ ഇയാൾ ആകെ തകർന്നുപോയി. കാരണം ഇയാൾ പറയുകയാണ്, പിറ്റേ ദിവസം നവംബർ 18 കഴിഞ്ഞ് നവംബർ 19 കൊച്ചിയിൽ കെജ്രിവാൾ ജനാധിപത്യത്തിലെയും ജീവിതത്തിലെയും സുതാര്യതയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം അതിന് പോകാനിരിക്കുന്ന ആളാണല്ലോ എൻ്റെ മുന്നിൽ ആലു എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന തന്നെക്കാളും 16 വയസ്സ് പ്രായം കുറഞ്ഞ തൻ്റെ സെക്രട്ടറിയുമായി എന്ന് കഴിഞ്ഞ് ഈ മനുഷ്യനൊക്കെ തറന്നുപോയി. ഇദ്ദേഹം ഇത് ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രിയാവുകയാണ്. ദില്ലി മുഖ്യമന്ത്രിയായപ്പോഴും ഇദ്ദേഹത്തിന് ഈ കഥ മറക്കാൻ കഴിഞ്ഞില്ല. ഈ കപിൽ ബജാജ് ആം ആദ്മി പാർട്ടി വിട്ടു. കെജ്രിവാളുമായിട്ടുള്ള സഹവാസം, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം മുഴുവൻ തകർന്നുപോയി. ഇദ്ദേഹം അത് ദില്ലിയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ കാണിച്ച് കത്തയച്ചു. ഒരാളും വാർത്തയാക്കിയില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്, ദില്ലി സർക്കാർ കൊടുക്കുന്ന വലിയ പരസ്യം താല്പര്യമുള്ളതുകൊണ്ട് ആരും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല. ഈ ശില്പ ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ഇതേ കാര്യങ്ങൾ കപിൽ ബജാജ് ഇപ്പോഴും ദില്ലിയിലെ മാധ്യമങ്ങൾക്ക് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. ഇതേ കാര്യം ഈ സമയത്ത് സ്വാതി മലിവാളിൻ്റെ ഈ വിവാദമുണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാണ്, നിങ്ങൾ പറയുന്ന കെജ്രിവാൾ ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും കത്തയച്ചു. ഇപ്പോഴും ദില്ലിയിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതായത് കെജ്രിവാളിനെ തുറന്ന് കാണിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ശില്പ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ 2-3 ലിങ്ക്സ് തരാം. ഒന്ന്
ശില്പയ്ക്ക് കെജ്രിവാളിനേക്കാളും 16 വയസ്സ് പ്രായം കുറവാണ്. 2, അവർ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. 3, ദില്ലി സർക്കാരിൻ്റെ ഒരു ഭരണഘടനാ പദവി സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത്, ചെയർപേഴ്സൺ സ്ഥാനത്ത് ഈ ശില്പ പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് കപിൽ ബജാജിൻ്റെ പോസ്റ്റ് അവസാനിക്കുകയാണ്. ഇപ്പോഴും പി ഗുരൂസിൽ വന്നിട്ടുള്ള പോസ്റ്റ് 8 വർഷം മുമ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ആരോപണം പറയുന്ന കെജ്രിവാളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് പറയാം. പക്ഷേ 8 വർഷം മുമ്പ്, അതെ 8 വർഷം മുമ്പുള്ള URL ഇപ്പോഴും ഉണ്ട്. കപിൽ ബജാജിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റും അത് സംബന്ധിച്ച് പി ഗുരൂസ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ ആ കാലത്ത് ആലോചിക്കണം, കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന BJPയുടെ B ടീം എന്നാണ്, ഓർക്കുന്നില്ല? BJPയുടെ B ടീമാണ് കോൺഗ്രസിനെ തോൽപ്പിച്ച് BJPയെ സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് BJP സ്പോൺസേഡ് ആണ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കെജ്രിവാൾ എന്ന് വ്യാപകമായി ഇടതുപക്ഷം അടക്കം പ്രചാരണം നടത്തിയിരുന്ന കാലത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് BJPക്ക് വേണ്ടി ഉണ്ടാക്കിയതോ BJP ഉണ്ടാക്കിയതോ ആണെന്ന് പറയാൻ കഴിയില്ല. 8 വർഷം മുമ്പേ ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. ഈ ശില്പ ആരാണെന്നുള്ളത് നമുക്കറിയില്ല. അത് കപിൽ ബജാജ് പറയുന്ന പോലെ ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ചിന്തിക്കുന്ന ആളുകൾക്കും വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ നമുക്ക് ആലോചിക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ത്രീ ശാക്തീകരണം, ജനങ്ങളുടെ ക്ഷേമം, ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പ്രസംഗത്തിലും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സ്വാതി മലിവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ MP ആണ്, ഈ MP ആയിരുന്ന സ്ത്രീക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ പക്കൽ നിന്ന് ഓഫീസ് മുറിയിൽ അതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. സ്വാതി മലിവാളിനെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട്, നിഷേധിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു MP ആയ മദ്യനയ കേസിൽ ദില്ലിയിൽ തിഹാർ ജയിലിൽ കഴിഞ്ഞ് ഇപ്പോൾ ജാമ്യത്തിൽ വന്ന സഞ്ജയ് സിംഗ് പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്തു, സംഭവം ശരിയാണ്, ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അപലപിക്കാച്ചാൽ മാത്രം മതിയോ? അവരുടെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്ന, അവരുടെ രാജ്യസഭാ MP ആയ, കെജ്രിവാളിൻ്റെ ഏറ്റവും അടുപ്പക്കാരിയായിരുന്ന, വിശ്വസ്തയായിരുന്ന ഈ സ്ത്രീയെ, സ്വാതി മലിവാളിനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി വേണ്ടേ? പാർട്ടി നടപടി വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ സഞ്ജയ് സിംഗ് പറഞ്ഞാൽ പോരല്ലോ. കെജ്രിവാളിന് ആകെ വിലക്കുള്ളത് ഏതാണ്? കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മാത്രമാണ്. എന്നാൽ ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇതിനെ ഒപ്പം നിൽക്കുന്നില്ല, ഇതിനെ അപലപിക്കുന്നു എന്ന് പറയാൻ കെജ്രിവാൾ തയ്യാറാവുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനിടയ്ക്ക് നമ്മുടെ സ്വാതി മലിവാളിൻ്റെ ഭർത്താവ്, മുൻ ഭർത്താവ്, അവർ ഡിവോഴ്സ്ഡാണ്, നവീൻ ജയ്ഹിന്ദ് രംഗത്ത് വന്നിരുന്നു. അവർ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കെജ്രിവാൾ ഈ സ്വാതി മലിവാളിനെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതുമാത്രമല്ല, നവീൻ ജയ്ഹിന്ദ് ഇപ്പോൾ പറയുന്നത് സ്വാതി മലിവാളിൻ്റെ ജീവിതം അപകടത്തിലാണ്, അവർ കൊല്ലപ്പെട്ടേക്കാം, അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നവീൻ ജയ്ഹിന്ദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ വന്നു, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വെറുതെ ഒരു സെക്രട്ടറി തല്ലി എന്നുള്ള വിവാദത്തിൽപ്പെട്ട സ്വാതി മലിവാളിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് മുൻ ഭർത്താവ് ആവശ്യപ്പെടുകയും അവർക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ അന്തഃപുരത്തിൽ നടന്ന ഒരുപാട് കഥകൾ ഒരുപക്ഷെ പുറത്തു വരാൻ പോകുന്നത് സ്വാതി മലിവാളിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് സ്വാതി ഒരു വലിയ ത്രെട്ടിലാണ് എന്ന് അവരുടെ മുൻ ഭർത്താവ് പറയുന്നത്. സഞ്ജയ് സിംഗ് എന്ത് ചെയ്തു? സഞ്ജയ് സിംഗ് ഇവരുടെ വീട്ടിൽ പോയി, സ്വാതിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ ഇവരുടെ മുൻ ഭർത്താവ് ചോദിക്കുന്നത്, അങ്ങനെ വീട്ടിൽ പോയാൽ മതിയോ? നിങ്ങൾ സഹോദരിയാണെന്ന് പറയുന്നുണ്ടല്ലോ സ്വാതി മലിവാൾ, നിങ്ങളുടെ സഹോദരിക്കാണ് ഇത്തരം ഒരു തിക്താനുഭവം, ഒരു അന്യപുരുഷൻ്റെ മർദ്ദനമേറ്റിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് അതിഭീകരമായിട്ടാണ് സ്വാതി തല്ലുന്നത്, വെറുതെ കവളത്തൊരു അടിയൊന്നുമല്ല. അത്തരം ഒരു മർദ്ദനമേറ്റാൽ നിങ്ങളുടെ സഹോദരിക്കുണ്ടായാൽ എന്തു ചെയ്യും സഞ്ജയ് സിംഗ് എന്ന് വീണ്ടും നമ്മുടെ നവീൻ ജയ്ഹിന്ദ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നോക്കൂ, ഇനി എന്താണ് ഇതിൻ്റെ കാരണം? ഇത് പറഞ്ഞു കേൾക്കുന്ന കാരണം എന്താണെന്നത് നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത, അതായത് സ്വാതി മലിവാൾ ഈ വിവാദം നടന്ന് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്ന സമയത്ത് അമേരിക്കയിലായിരുന്നു, കുടുംബസമേതം അവരുടെ സഹോദരി അമേരിക്കയിലാണ്, അമേരിക്കയിൽ സഹോദരിക്കൊപ്പമായിരുന്നു. പക്ഷേ
ആ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോലും തയ്യാറായില്ല. US ആണെന്നുള്ള ന്യായം ശരിയല്ല. അവിടെ നിന്നിറക്കാം, എക്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫാക്സ് വഴി അയക്കാം, ഇമെയിൽ അയക്കാം, ഒന്നും ചെയ്തിട്ടില്ല. രാജ്യസഭാ MP അല്ലേ, ദില്ലിയിലെ ഒരു MP ഒരു ഫാക്സോ അല്ലെങ്കിൽ ഇമെയിലോ അയച്ചു കൊടുത്താൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഡെലിബറേറ്റ് ആയിട്ട് സ്വാതി മലിവാൾ മാറി നിന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം കെജ്രിവാൾ പോലും ആവശ്യപ്പെടാത്ത ഒരു ജാമ്യം സുപ്രീം കോടതി കനിഞ്ഞു നൽകി, അടിച്ചേൽപ്പിച്ച് തലയിൽ വെച്ചു കൊടുത്തു. ഇത് കിട്ടി അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് സ്വാതി മലിവാൾ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. ആ കാണാൻ മുഖ്യമന്ത്രിയുടെ മുറിയിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയില്ല. സ്പെക്കുലേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് കെജ്രിവാൾ ഭയങ്കര രോഷാകുലായി, നീ എന്തുകൊണ്ട് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ല, അതുകൊണ്ട് നീ രാജിവെക്കണം, രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കണം. സുപ്രീം കോടതിയിൽ കെജ്രിവാളിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയെ MP ആക്കണം. മനു അഭിഷേക് സിംഗ് വേണ്ടിയിട്ട് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. ബാക്കിയുള്ള ടൈം 6 വർഷമാണ് ഒരു രാജ്യസഭ സീറ്റ്. അപ്പോൾ മനു അഭിഷേക് സിംഗ്വിയാണ് അദ്ദേഹത്തെ സഹായിച്ചത്. ഇതിന്റെ കേസുകളൊക്കെ പ്രതിപക്ഷത്തിന്റെ തന്നെ പ്രാണവായുവാണ് മനു അഭിഷേക് സിംഗ്. അപ്പോൾ മനു അഭിഷേക് സിംഗ്വിയെ രാജ്യസഭയിലേക്ക് എത്തിക്കണം. അതിപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടി സ്വാതി മലിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു വന്നും പറ്റില്ല എന്ന് പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വൈഭവ് എന്ന് പറയുന്ന സെക്രട്ടറി പിന്നാലെ ചെന്ന് ഇവരെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചതെന്നാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ. ഏതായാലും അതിൻ്റെ വീഡിയോ നമുക്ക് പറ്റിയാൽ നമ്മുടെ ഈ വീഡിയോയുടെ ഒപ്പം നമുക്ക് ചേർക്കാം. അതിഭീകരമായ മർദ്ദനമാണ്. ഒറ്റയ്ക്ക് വന്ന് കവളത്തടിക്കുന്ന ഒന്നും അല്ലായിരുന്നു. 4-5 പേർ ചേർന്ന കൂട്ടത്തല്ലാണ് ആ മുറിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പറയുന്നു. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ദില്ലിയിലെങ്കിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെങ്കിലും കെജ്രിവാളിൻ്റെ ഈ ശില്പ കഥ ഇപ്പോൾ പതുക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കെജ്രിവാൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ കോടതി ഇപ്പോൾ ഇന്നലെ അമിത്ഷാ പറഞ്ഞ പോലെ യൂഷ്വൽ നടപടിയല്ല, അസാധാരണമായ ഒരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ചിലരെങ്കിലും അതത്ര ശരിയായ നടപടിയാണ് എന്ന് കരുതുന്നില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കീഴ്വഴക്കങ്ങൾ ശരിയല്ല, നിയമാനുസൃതമാണോ എന്ന് പോലും ചിലർക്കൊക്കെ സംശയമുണ്ട്. കാരണം ഇങ്ങനെ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാത്ത, ജാമ്യ ഹർജി കൊടുക്കാത്ത ഒരാൾക്ക് ജാമ്യം കക്ഷി വേണ്ടെന്ന് പറയാണ്. കാരണം കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ്. അതായത് ജാമ്യമല്ല. അപ്പം അറസ്റ്റ് റദ്ദാക്കിയാൽ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ആ ജാമ്യം സ്വീകരിച്ചാൽ അറസ്റ്റ് അംഗീകരിച്ചു എന്ന് വരും. അങ്ങനെ വളരെ വിചിത്രമായ അയാളുടെ ആവശ്യം ഇത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട യാതൊരു കാര്യമില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പക്ഷെ കോടതി ജാമ്യം കൊടുത്തതുകൂടി അറസ്റ്റ് അംഗീകരിക്കപ്പെട്ടു. അറസ്റ്റിനകത്ത് കാമ്പുണ്ടെന്ന് തോന്നുന്നു. കോടതി പറഞ്ഞിട്ടുമുണ്ട് ഈ കേസ് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്, ഞങ്ങൾ അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പുറത്തുപോയി കേസിന്റെ കാര്യം സംസാരിക്കുന്നത്. അതെ, സെക്രട്ടേറിയറ്റിൽ പോകരുത്, ഗവൺമെന്റ് സർക്കാരിന്റെ ഫയലുകൾ ഒന്നും ചെയ്യരുത്, ലഫ്റ്റനന്റ് ഗവർണർ ഒപ്പിടേണ്ട ആവശ്യമുള്ള ഫയലുകളല്ലാത്ത ഫയലുകൾ നോക്കാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസാണ് കോടതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള അവസ്ഥയിലാണ് പുറത്തിറങ്ങി വന്ന് അദ്ദേഹം 2 ദിവസം 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തി. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75-ാം വയസ്സിൽ വിരമിക്കും, അമിത്ഷാ പ്രധാനമന്ത്രിയാവും. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റും സത്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായിരുന്നു. കാരണം ആളുകളോട് പറയുകയാണ്, അല്ലയോ സമ്മതിദായകരെ, നിങ്ങൾ മോദിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ മോദി അല്ല പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്, അമിത്ഷായാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയാണ്. അപ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല, ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല. കാരണം പരോക്ഷമായി BJP സർക്കാർ വരും, പക്ഷേ അമിത്ഷാ ആയിരിക്കും മോദിക്ക് പകരം എന്നാണ് ജനങ്ങൾ പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ കാര്യം, അത് ഒട്ടും ഇന്ത്യ മുന്നണിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. താൻ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടപ്പാക്കും എന്ന് അരവിന്ദ് കെജ്രിവാൾസ് ഗ്യാരണ്ടി പറയുന്നു. അത് ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ല, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല, ആരും അംഗീകരിച്ചില്ല. ഏകപക്ഷീയമായി താൻ അധികാരത്തിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ ഐ ആം ദ പ്രൈം മിനിസ്റ്റർ എന്നാ പറയുന്നത്. ഞാൻ പ്രധാനമന്ത്രിയായാൽ നടപ്പാക്കുന്ന 10 ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടിക്ക് ബദലായി സ്വയം പ്രഖ്യാപിത മറ്റാരും ഇന്ത്യ മുന്നണി അംഗീകരിക്കാത്തൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഇതൊക്കെ പറഞ്ഞിട്ട് UP-യിലും ബീഹാറിലും ബംഗാളിലും പ്രചാരണത്തിന് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ ആദ്യത്തെ ദിവസത്തെ സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് ഒരു വാൽമീകത്തിലേക്ക് മടങ്ങിയ, കയറിക്കൂടി കഥകടച്ച് വീട്ടിലിരിക്കുന്ന ഒരു കെജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോടതി വിധി, കെജ്രിവാൾ ആഗ്രഹിക്കാത്ത ഒരു കോടതി വിധി വന്നു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കെജ്രിവാൾ വിജയിച്ചു എന്ന്. വിജയിക്കുന്ന എപ്പോഴാണ്?
കേസ് പുള്ളി ആവശ്യപ്പെട്ട കാര്യം കോടതി അംഗീകരിക്കുമ്പോഴാണ്. അതെ. അറസ്റ്റ് റദ്ദാക്കിയതായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം അംഗീകരിച്ചാൽ കെജ്രിവാളിന്റെ വിധിയാണ്. എന്നാൽ എനിക്ക് ജാമ്യം വേണ്ട എന്ന് പറയുകയും എനിക്ക് വേണ്ടാത്ത കാര്യം എൻ്റെ തലയിൽ വെച്ച് തന്നിട്ട് അതെൻ്റെ വിജയമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കെജ്രിവാൾ നിൽക്കുന്നത്. പക്ഷേ ആവേശം കെട്ടടങ്ങി വരികയാണ്. കെജ്രിവാളിനെ ഇപ്പോൾ കാണാനില്ല. സ്വാതി മലിവാളിൻ്റെ വിഷയത്തിൽ കേസെടുക്കാൻ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി പോലീസിന് കേസെടുക്കേണ്ടി വരും. ഒരു പക്ഷേ സ്വാതി മലിവാൾ ഒരു പണ്ടോറയുടെ പെട്ടി തുറക്കുകയായിരിക്കും. ഇന്ത്യ മുഴുവൻ ആഘോഷിച്ച ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി വന്ന കെജ്രിവാൾ അഴിമതി കേസിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മൾ കണ്ടു. മദ്യാസക്തിയിൽ മുങ്ങിപ്പോയതുകൊണ്ടാണ് കെജ്രിവാളിന് ഈ ഗതി വന്നതെന്ന് അണ്ണാ ഹസരെ പോലും പറഞ്ഞു. അണ്ണാ ഹസരെ തള്ളി പറഞ്ഞു. ഇവൻ അഴിമതിക്കാരനാണ്, അഴിമതിക്കാരനെയും ED കേസിൽ പ്രതിയായ ഒരാളെയും വിജയിപ്പിക്കരുത്, ആ പാർട്ടിയെ അംഗീകരിക്കരുതെന്നാണ് അണ്ണാ ഹസാരെ പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷം സ്വാതി മലിവാളിലൂടെ കെജ്രിവാളിൻ്റെ മറ്റൊരു മുഖമായിരിക്കും എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ആരാണ് ഈ ശില്പ? അപ്പോൾ അതായത് ഈ ചില കണ്ണികളുണ്ടല്ലേ തിരുവനന്തപുരത്തെ ശില്പയും ഇതും തമ്മിലുള്ള, അപ്പോൾ ചില കണ്ണികൾ ഈ സംശയത്തിന്റെ മുന്നേ നീളുന്നുണ്ട്. അപ്പോൾ അതിനെന്തായിരിക്കും കെജ്രിവാൾ പറയണം, നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഏതായാലും നമ്പർ 1 കേരളം എന്ന് പറയുന്നത് എന്ത് സാധനത്തിനും ഒരു കേരള ലീഗ് ഉണ്ടാവും. അപ്പോൾ കെജ്രിവാൾ വീഴുകയാണെങ്കിൽ, കെജ്രിവാളിൻ്റെ ശില്പ ആരാണെന്ന് ലോകം അറിയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ ഒരു കിടപ്പ് മുറിക്കും ഒരു കിടക്കയ്ക്കും കൂടി പങ്കുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഡൽഹിയിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തല്ലോ അല്ലേ? ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശില്പയുടെ കഥ വരുമായിരിക്കും. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി നമ്മളാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മഞ്ഞ കഥയല്ല, നമ്മുടെ കഥയല്ല. അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന കപിൽ ബജാജ് 8 വർഷങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റും വാർത്തയും ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ച് പുനരവതരിക്കുകയാണ്. ഇത് എങ്ങനെ മാറുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.